നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോയുടെ മുന്നിൽ വലിയൊരു ടാസ്ക്കാണ്. പോയ സീസണിൽ പ്രീമിയർ ലീഗിൽ 10ാം സ്ഥാനത്തായിരുന്നു ചെൽസി. അതുകൊണ്ട് ഇത്തവണ യൂറോപ്യൻ ഫുട്ബോളൊന്നും ചെൽസിക്കില്ല. ടീമിനെ നല്ല രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം സാബി അലോൺസോക്ക്. അതുമാത്രമല്ലെന്നേ, ഇപ്പോൾ കുറേ സൈനിങ്ങുകളൊക്കെ അവർ നടത്തിയിട്ടുണ്ടല്ലോ. സൈനിങ്ങുകളൊക്കെ നടത്തി 41 താരങ്ങളായി സ്ക്വാഡിൽ. യുവേഫയുടെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് 25 താരങ്ങളെ സ്ക്വാഡിൽ പാടുള്ളൂ. 16 താരങ്ങളെ ഈ സെപ്റ്റംബർ 1 മുമ്പ് വിറ്റൊഴിവാക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിലവിൽ അവരുള്ളത്. അതാ പറഞ്ഞത്, ഒരു ആഡി സെയിൽ ആ രൂപത്തിലേക്കാണ് ചെൽസി പോകുന്നത്. 16 താരങ്ങളെ പറഞ്ഞയക്കണം. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ ഒരു പ്രൊജക്റ്റഡ് സ്ക്വാഡ് BBC-യുടെ ഒക്കെ അനാലിസിസ് വെച്ച് ഇങ്ങനെയാണ്. സ്ക്വാഡിൽ സാഞ്ചസ്, പെൻഡേഴ്സ്, അതുപോലെ ഷർമാലിയു, ജെയിംസ്, പാലസ്ട്ര, ടോസിന്, ഫൊഫാന, ലെക്രോയിക്സ്, അച്ചിംപോങ്, കോൾവിൽ, ഹാറ്റോ, ഷവാരിയ, കൈസേഡോ, എൻസോ ഫെർണാണ്ടസ്, വാലന്റിൻ ബാർക്കോ, ലാവിയ, ഹെൻഡേഴ്സൺ, ക്യുവൻഡ, നെറ്റോ, പാൽമർ, എസ്റ്റവായോ, റോജേഴ്സ്, ഗിറ്റൻസ്, മെഗ, ജാവോ പെഡ്രോ, വെൽബെക്ക്. ഈ രൂപത്തിലൊരു സ്ക്വാഡിനെ അവർ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ ബാക്കി താരങ്ങൾ അവർ ഒഴിവാക്കണം. അതിനിപ്പോൾ ലോണിൽ വിടാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളായിട്ട് പുറത്തു വരുന്നത് ഗുയി, പിന്നെ വൈലി, അതുപോലെ കെല്ലിമാൻ, പിന്നെ മെയുക്ക, വാൾഷ്, അതുപോലെ മക്യുൻ, കെൻട്രി പേസ്. ഈ താരങ്ങളെ അവർ ലോണിൽ വിട്ടേക്കും. വിൽക്കുക അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വ്യക്തത ഇല്ലാത്ത താരങ്ങൾ, അതിൽ ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പം ബാരിഷിലെ 30 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിന് അദ്ദേഹത്തെ വിൽക്കാൻ തയ്യാറായിരിക്കും. ഡിസാസിക്ക് 25 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട്, യുവിന് 25 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട്, അതുപോലെ തന്നെ ഡാട്രോ ഫൊഫാനക്ക്, ഡെലാപ്പ്, ജാക്സൺ തുടങ്ങിയവർക്ക് 65 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട്, പിന്നെ സ്ലോനീന, ഗസ്റ്റോ 75 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട്, അതുപോലെ ഫെർണാണ്ടസിനെ വിൽക്കുകയാണെങ്കിൽ, അത് ഉറപ്പില്ല, വിൽക്കുകയാണെങ്കിൽ 120 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട്. കാരണം അദ്ദേഹത്തിന് വേണ്ടി സിറ്റിയൊക്കെ രംഗത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ എമേഗ, നെറ്റോ, എസിജോ, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അൺസർട്ടൺ ഫ്യൂച്ചറിൽ നിൽക്കുന്ന താരങ്ങൾ കൂടിയാണ്. അപ്പം സംഗതി അത്ര എളുപ്പമല്ല. വരുന്ന കുറച്ച് ദിവസങ്ങളിൽ വലിയ രൂപത്തിലുള്ള ഓഫ് ലോഡിങ്ങിലേക്ക് അവർ പോവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അവർക്ക് കളിയുണ്ട്. എതിരാളികൾ AC മിലാനാണ്. മിലാനാവട്ടെ മികച്ചൊരു ടീമും കൊണ്ടിറങ്ങും. റാഫേൽ ലിയാവോയും അതുപോലെ തന്നെ ഗോൺസാലോ റാമോസും ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോച്ച് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ സാബി അലോൺസോ വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ടീമിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. സോ അലോൺസോ ചെൽസിയുടെ ഈ ഒരു ബിഗ് സ്ക്വാഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളുള്ളത് പ്രീ സീസണിലാണല്ലോ. അപ്പോൾ ടീമിനോടൊപ്പം പ്ലെയേഴ്സ് ഉണ്ട്. ചില പ്ലെയേഴ്സ് പുറത്തേക്ക് പോവുകയും ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ വി ഹാവ് ആൻ ഐഡിയ ഓഫ് ഹൗ വി വാണ്ട് ടു സ്റ്റാർട്ട് ദി പ്രീമിയർ ലീഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പ്രീമിയർ ലീഗ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടിയൊക്കെ ആരംഭിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടാകും താരങ്ങൾ ഒഴിവാക്കാൻ. അതിന് സാധിക്കും ചെൽസിക്കുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.